കൊച്ചി മെട്രോയിൽ കയറി ഒന്ന് കറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹൈക്കോടതി ബോട്ട് ജെട്ടിക്ക് മുന്നിലുള്ള കൊച്ചു കടയിൽ നിന്ന് ഒരു കുൽക്കി സർബത്ത് കുടിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി. കുൽക്കി സർബത്ത് ഉണ്ടാക്കുന്ന പയ്യൻ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ സർബത്ത് റെഡിയാക്കി തന്നു. പിന്നെ ബോട്ട് ജെട്ടിയിലേക്ക് ചെന്നപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്ക് ഡയറക്റ്റ് ബോട്ടില്ല എന്നറിഞ്ഞു. ബോട്ടിൽ കയറി വൈപ്പിൽ ചെന്നിറങ്ങിയാൽ വൈപ്പിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് ജങ്കാർ കിട്ടും. ബോട്ട് ബോൾഗാട്ടി ചുറ്റി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും താണ്ടി വൈപ്പിനിലേക്ക്. ചൂട് കൂടുതലായതുകൊണ്ടും ഉച്ചസമയമായതുകൊണ്ടും യാത്രക്കാർ നന്നേ കുറവാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ലോഡ് ഇറക്കുന്ന ഒരു ചരക്ക് കപ്പലുണ്ട്. വൈപ്പിൻ മെട്രോ ജെട്ടി വരെ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. ജങ്കാറിൽ കയറാൻ ആളുകളുടെ സാമാന്യം തിരക്കുണ്ട്. ഇവിടെ നിന്നും ബോട്ട് കയറി 10 മിനിറ്റ് കൊണ്ട് ഫോർട്ട് കൊച്ചിയിലെത്തി. പിന്നീട് പയ്യെ നടന്ന് 300 വർഷം പഴക്കമുള്ള പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഓൾഡ് ഹാർബർ ഹോട്ടലും കടന്ന് അമേരിക്കൻ ഫുഡിന് പേരുകേട്ട പ്ലാൻ ബി ഹോട്ടലിന് മുന്നിലൂടെ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് നടന്നു. ബീച്ചിന് സൈഡിലുള്ള ഫുഡ് ഔട്ട്ലെറ്റുകളിൽ ആളുകൾ വന്നു തുടങ്ങി. തൊട്ടടുത്ത് തന്നെയുള്ള സെന്റ് ഫ്രാൻസിസ് ചർച്ചിന്റെ മുമ്പിൽ ചെന്നപ്പോൾ ഇപ്പോൾ അകത്ത് പ്രവേശനമില്ല. 1503 നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ പള്ളികളിലൊന്നാണ് ഈ പള്ളി. പോർച്ചുഗീസ് യാത്രികൻ വാസ്കോ ഡി ഗാമ 1524 ഫോർട്ട് കൊച്ചിയിൽ വെച്ച് മരിച്ചപ്പോൾ ഈ പള്ളിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. പിന്നീട് 14 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ലിസ്ബണിലുള്ള ജെറോനിമോസ് മൊണാസ്ട്രിയിലേക്ക് കൊണ്ടുപോയി വീണ്ടും അടക്കം ചെയ്തു. ഇന്ന് ഫോർട്ട് കൊച്ചിയിലും പൊതുവെ ടൂറിസ്റ്റുകളുടെ തിരക്ക് കുറവാണ്. ഫോർട്ട് കൊച്ചി ബീച്ചിലും അവസ്ഥ ഇതുപോലെ തന്നെ ആയിരുന്നു. കടുത്ത ചൂട് തന്നെയാണ് ഇതുപോലെ സന്ദർശകർ കുറയാൻ കാരണം. യു സ്ട്രീറ്റിൽ പക്ഷേ കടകളെല്ലാം തുറന്നിട്ടുണ്ട്. സന്ദർശകർ ഇല്ലെങ്കിലും കട തുറന്നു വെച്ച് ഉള്ള സ്റ്റോക്ക് എല്ലാം ഡിസ്പ്ലേ ചെയ്യുക ഇവിടെ പതിവാണ്. ജൂയിഷ് സിനഗോഗ് സന്ദർശിക്കുവാൻ ചുരുക്കം ചിലർ വന്നിട്ടുണ്ട്. ജൂയിഷ് സിനഗോഗ്, പരദേശി സിനഗോഗ്, മട്ടാഞ്ചേരി സിനഗോഗ് എന്നൊക്കെ വിളിക്കുന്ന 1568 AD സാമുവേൽ കാസ്ട്രിയൽ, ഡേവിഡ് ബെലില, ജോസഫ് ലെവി എന്നിവർ അന്നത്തെ ജൂത സമൂഹത്തിനായി പണി കഴിപ്പിച്ചതാണ്. കൊച്ചി യു ടൗണിലുള്ള ഈ സിനഗോഗ് കോമൺവെൽത്ത് നേഷൻസിൽ ഏറ്റവും പഴക്കമുള്ളതും ആക്റ്റീവും ആയ സിനഗോഗാണ്. അസഹനീയമായ ചൂട് കാരണം തൽക്കാലം തിരിച്ചു പോകാമെന്ന് കരുതി തിരിച്ച് ജങ്കാറിൽ വൈപ്പിനിലേക്ക്. തിരക്ക് അധികമില്ലെങ്കിൽ ജങ്കാർ യാത്ര എപ്പോഴും രസമുള്ളതാണ്. വൈപ്പിനിൽ വന്നിട്ട് ലൈറ്റ് ഹൗസും വളപ്പ്, കുഴിപ്പള്ളി ബീച്ചുകളും കാണാതെ പോകാൻ തോന്നിയില്ല. 1839 ഫോർട്ട് കൊച്ചിയിൽ സ്ഥാപിച്ച ലൈറ്റ് ഹൗസ് ആണ് പിന്നീട് 1979 പുതുവൈപ്പിൽ മാറ്റി സ്ഥാപിച്ചത്. കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൗസും പുതുവൈപ്പ് ലൈറ്റ് ഹൗസ് ആണ്. ഈ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നും ഉള്ള കാഴ്ച വർണ്ണിച്ചാൽ മതിയാവില്ല. ഇത്തവണ ലൈറ്റ് ഹൗസിലും കയറിയില്ല. പകരം ലൈറ്റ് ഹൗസിന്റെ സൈഡിലുള്ള റോഡിലൂടെ വളപ്പ് ബീച്ചിലേക്ക്.
തണുപ്പ് ബീച്ച്, കമിതാക്കളുടെ ബീച്ച് എന്നൊക്കെ വിളിക്കാറുണ്ടെങ്കിലും ഇന്നത്തെ ചൂട് കാരണം ആരും തന്നെ ഉണ്ടാവുമെന്ന് കരുതിയില്ല. സാധാരണ വൈകുന്നേരങ്ങളിൽ ധാരാളം വണ്ടികൾ കാണാറുണ്ടെങ്കിലും ഏതാനും വാഹനങ്ങൾ മാത്രമേ ഉച്ചയായതുകൊണ്ട് ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടുള്ളൂ. പലപ്പോഴും സിനിമകളുടെ ഷൂട്ടിംഗ് വേദിയായ കാറ്റാടി മരങ്ങളുടെ തണലിൽ വൈകുന്നേരമാകുമ്പോൾ ആളുകൾ വന്ന് സ്ഥാനം പിടിക്കും. ഈ ഉച്ചനേരത്ത് ആളുകളെ പോയിട്ട് ചൂളമരങ്ങളിൽ സ്ഥാനം പിടിക്കാറില്ല പക്ഷികളെ പോലും കാണാൻ ഇല്ല. ആദ്യമായാണ് ബീച്ചും പരിസരവും ഇത്ര വിജനമായി കാണുന്നത്. ഏതായാലും കുഴിപ്പള്ളി ബീച്ചിലേക്ക് കൂടി ഒന്ന് പോകാം. മനോഹരമായ ചെമ്മീൻ കെട്ടുകളുടെ നടുവിലൂടെ ഉള്ള ചെറിയ പാതയിലൂടെ കുഴിപ്പള്ളിയിലേക്ക്. ഇവിടെയും സന്ദർശകർ വളരെ കുറവാണ്. ഈയിടെ തുടങ്ങിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ അടുത്ത് ചില സന്ദർശകരുണ്ട്. മണിയോടെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറി എക്സ്പീരിയൻസ് ചെയ്യുവാൻ പറ്റും. ഇപ്പോൾ വെയിലാണെങ്കിലും ഒരു ചെറിയ ഗ്രൂപ്പ് ബ്രിഡ്ജിലുണ്ട്. ശരിക്കും ഒരറ്റത്തു നിന്നും നോക്കിയാൽ കുഴിപ്പള്ളി ബീച്ച് അതിമനോഹരമാണ്. അല്പം തണലുള്ളിടത്ത് മാറി ഇന്നത്തേക്ക് സവാരിക്ക് ആളെ ക്യാൻവാസ് ചെയ്യാനായി കുതിരയും കൂട്ടി കുതിരക്കാരൻ റെഡി.